പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ +2 സോഷ്യൽ വർക്കിലെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരേണ്ടത് എന്നും എത്രയൊക്കെ മാർക്കിനാണ് ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ വർക്ക് എക്സാം എഴുതുമ്പോൾ നമ്മളൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. പോയിന്റ് ബേസിൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ എല്ലാ ചാപ്റ്ററിനും ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ പ്രോസസ്സിങ്, ഇമ്പോർട്ടൻറ്റ്, ഫങ്ഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ ഹെഡിങ്, സബ് ഹെഡിങ് ഒക്കെ മാറാതെ കൃത്യമായിട്ട് ഓർഡർ ചെയ്താൽ വേണ്ടി ശ്രമിക്കണം. ദെൻ അതുപോലെ തന്നെ സ്റ്റേജസ് ഒക്കെ ചോദിക്കും. അപ്പോൾ അഡോൾസൻസിന്റെ സ്റ്റേജസുകളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഓരോന്ന് തെറ്റാതെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് സോഷ്യൽ വർക്ക് മെത്തേഡ്സ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. സാമൂഹിക കേസ് വർക്കിലെ തത്വങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓരോന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതൊക്കെയാണ് അവ? ഒന്ന് ഇൻഡിവിജ്വലൈസേഷൻ ആണ് അല്ലേ, അതായത് ഓരോ ഗുണഭോക്താവിനും സവിശേഷമാണെന്നുള്ള തിരിച്ചറിയുക. 2 ആക്സെപ്റ്റൻസ് ആണ്, നമ്മൾ അവരുടെ അവസ്ഥയെ തന്നെ അംഗീകരിക്കണം. 3 എന്താണ്, നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡാണ്, ഗുണഭോക്താവിനെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്, അതായത് വിവരങ്ങൾ രഹസ്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ദെൻ ലാസ്റ്റ് കൺട്രോൾഡ് ഇമോഷൻ ഇൻവോൾവ്മെന്റ് ആണ്, അതായത് വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നിയന്ത്രിതമായി മാത്രം പ്രകടിപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100% ഈ ചോദ്യം വരും. എല്ലാ വർഷവും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. 4 PS നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. കോമ്പണന്റ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്, അതാണ് 4 PS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് കോമ്പണന്റ്? വ്യക്തി, പ്രശ്നം, സ്ഥലം, പ്രക്രിയ അല്ലെ, പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ് ആൻഡ് പ്രോസസ്. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിനെ കുറിച്ച് ചോദിക്കും. അതിന്റെ ഫേസസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഗ്രൂപ്പ് രൂപീകരണത്തിന് മുമ്പ് എന്ത് ചെയ്യണം, ആസൂത്രണം ഉണ്ട്, അതായത് പ്രീ ഗ്രൂപ്പ് ഫേസ്, 2 പിന്നെ ഇനീഷ്യൽ ഫേസ്, 3 വർക്കിംഗ് ഫേസ്, 4 ടെർമിനേഷൻ ഫേസ്. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കോമ്പണന്റ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്. ഗ്രൂപ്പ് ഡൈനാമിക്കിന്റെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇപ്പൊ ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്കിന്റെ ഘടകങ്ങൾ? 1 കമ്മ്യൂണിക്കേഷൻ ആണ്, അതായത് അംഗങ്ങൾ തമ്മിൽ നല്ല ആശയവിനിമയം വേണം. 2 കൊഹഷൻ ആണ്, ഗ്രൂപ്പിലെ ഐക്യം. 3 സോഷ്യൽ കൺട്രോൾ. 4 ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് 4 എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു 4 മാർക്കിനായിരിക്കും ഇത് ചോദിക്കുക. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്താണെന്ന് എഴുതണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന് 3 രീതിയിൽ ചോദ്യം വരും കേട്ടോ. ഒന്ന് ഒബ്ജക്റ്റീവ് ചോദിക്കും, ലക്ഷ്യങ്ങൾ മാത്രം ചോദിക്കും. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ചോദിക്കും. ദെൻ പ്രോസസ്സ് ചോദിക്കും. അപ്പോൾ ലക്ഷ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും കമ്മ്യൂണിറ്റികളുടെ ആവശ്യകത നിറവേറ്റാനും സാമൂഹിക നീതി ഉറപ്പാക്കാനുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് എഴുതി വെക്കണം. ഇനി അതല്ല പ്രിൻസിപ്പിൾസ് മാത്രമാണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ജനപങ്കാളിത്തം, സ്വയം നിർണ്ണയാധികാരം, ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്, അത് എഴുതി വെക്കണം. ഇനി പ്രോസസ്സാണ് ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, ആവശ്യങ്ങൾ തിരിച്ചറിയുക, ആസൂത്രണം ചെയ്യുക, നടപ്പിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിന് ആൻസർ ചെയ്യണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റത്തെ ചാപ്റ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 2 സെക്കൻഡറി മെത്തേഡ്സ്, അതായത് സെക്കൻഡറി മെത്തേഡുകളാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ സോഷ്യൽ ആക്ഷന്റെ ഒബ്ജക്റ്റീവും പ്രിൻസിപ്പിൾസും ചോദിക്കും, അതായത് സാമൂഹിക പ്രവർത്തനത്തിന്റെ ലക്ഷ്യങ്ങളും തത്വങ്ങളും. അപ്പോൾ ഒബ്ജക്റ്റീവ് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? 1 സാമൂഹികമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, അനീതിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുക. പിന്നെ പോളിസി മേക്കിങ്ങിലും ലെജിസ്ലേഷനും, അതായത് നിയമനിർമ്മാണം, നയരൂപീകരണം, അതിലൊക്കെ സ്വാധീനിക്കുക. ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് എഴുതി വെക്കണം. പിന്നെ തത്വങ്ങളിലേക്ക് വരുമ്പോൾ പ്രിൻസിപ്പിൾസിലേക്ക് ചോദിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് ലെജിറ്റിമസി ആണ്, അതായത് നിയമപരമായുള്ള സാധുതയുടെ തത്വം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രെഡിബിലിറ്റി. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രമറ്റൈസേഷൻ, അതായത് നാടകീയവൽക്കരണത്തിന്റെ തത്വം. ഇതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പിന്നെ രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോസസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ചോദിക്കും. അതായത് സോഷ്യൽ ആക്ഷന്റെ സാമൂഹിക പ്രവർത്തനത്തിന്റെ പ്രക്രിയകൾ എങ്ങനെയാണത് പ്രക്രിയ നടക്കുന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ട് ഫൈൻഡിങ് ചെയ്യണം അല്ലേ, അതായത് വിവരങ്ങൾ ശേഖരിക്കണം. ദെൻ പിന്നെ പ്ലാൻ ചെയ്യണം, ആസൂത്രണം ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, മൊബിലൈസേഷൻ ചെയ്യണം. പിന്നെ ആക്ഷൻ എടുക്കണം അല്ലേ, അതായത് ആസൂത്രണം ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ ആക്ഷന്റെ പ്രക്രിയയിൽ വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനൊരു 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വരിക. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലത്തെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് ആൻഡ് ഫംഗ്ഷൻ. അതായത് സാമൂഹിക ക്ഷേമ ഭരണത്തിന്റെ പ്രക്രിയയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയും ചോദിക്കും. ഇതിന് ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ പ്ലാനിങ് എഴുതണം, ഓർഗനൈസേഷൻ എഴുതണം, സ്റ്റാഫിംഗ് എഴുതണം, ഡയറക്റ്റിംഗ് എഴുതണം, കോർഡിനേറ്റിംഗ് എഴുതണം, റിപ്പോർട്ടിംഗ് എഴുതണം, ബഡ്ജറ്റിംഗും എഴുതണം. ഇത്രയും കാര്യം ഉൾക്കൊള്ളിച്ചിട്ട് ഒരു 6 മാർക്കിന്റെ ഒരു എസ്സേ ആണ് ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഇനി ഒരു 100% നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ റിസർച്ച് പ്രോസസ്, അതിന്റെ സ്റ്റെപ്പുകൾ ചോദിക്കും. അതായത് ഗവേഷണ പ്രക്രിയയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഘട്ടം? ഫസ്റ്റ് നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം അല്ലേ, ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം. 2 ലിറ്ററേച്ചർ റിവ്യൂ, അതായത് മുൻകാല പഠനങ്ങൾ നമ്മൾ പരിശോധിക്കണം. 3 ഹൈപ്പോത്തിസിസ് ഫോർമേഷൻ ആണ്. ദെൻ പിന്നെ 4 എന്താണ്, ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. ആ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യണം, അതാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ റിപ്പോർട്ട്
റൈറ്റിംഗ് റിപ്പോർട്ട് തയ്യാറാക്കണം. ഇത്രയും സ്റ്റെപ്സുകളിലൂടെ അത് കടന്നു പോകും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു എന്തായാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് എഴുതുക. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് ഈ സ്റ്റെപ്പുകൾ ഓരോന്നും വിവരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പിരമിഡ് പോലത്തെ ഒരു പിക്ചറും കൂടി വരച്ചിട്ട് അതിൽ ഓരോ സ്റ്റെപ്പും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ആൻസർ ഒരു വൃത്തിയാവും. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നേതൃത്വവും ആശയവിനിമയം. ഈ ഒരു ചാപ്റ്ററിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഒരു എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ. ഒരു നേതാവിന്റെ പ്രവർത്തനങ്ങളും ഗുണങ്ങളും. നല്ല ഒരു ലീഡർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിന് പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഈ ചോദ്യം. ഏറെക്കുറെ എന്തായാലും വരും. അപ്പോൾ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? 1 ഗോൾ സെറ്റിംഗ് ആണ്, 2 മോട്ടിവേറ്റിംഗ് ആണ്, 3 എന്താണ് ഓർഗനൈസിംഗ് ആണ്, 4 ക്വാളിറ്റീസ് ആണ്, 5 എമ്പതി, 6 കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു നല്ല ലീഡറുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവണം. പിന്നെ നമ്മളൊരു 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ചോദിക്കും. നേതൃത്വത്തിന്റെ വിവിധ ശൈലികൾ. ഇപ്പോൾ പ്രധാനമായിട്ടും എത്ര ശൈലികളുണ്ട്? 1 ഏകാധിപത്യ ശൈലി ഉണ്ട്, 2 ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യ ശൈലി ഉണ്ട്, 3 എന്താണ് ലേസസ് ഫെയർ ശൈലി, അതായത് എന്താണ് തീരുമാനങ്ങൾ എടുക്കാൻ അംഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പിക്ചറും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന്റെ തടസ്സങ്ങളും തരങ്ങളും. എത്ര ടൈപ്പ് ഉണ്ട് കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഈ തടസ്സങ്ങൾ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ വിടാതെ പഠിക്കണം. കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് വെർബൽ, മറ്റൊന്ന് നോൺ വെർബൽ ആണ്. വെർബൽ ആകുമ്പോൾ നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ എഴുതുന്ന രീതിയാണ്. നോൺ വെർബൽ നമ്മൾ ബോഡി ലാംഗ്വേജ് ജസ്റ്റേഴ്സ് ആണ്. ഇതിൽ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ്? 1 ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്, ഭൗതിക തടസ്സങ്ങൾ. ദെൻ 2ാമത്തെ ലാംഗ്വേജ് ബാരിയേഴ്സ് ആണ്. 3 സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ദെൻ പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ടിപ്സ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഫലപ്രദമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിന്റെ ടിപ്സുകൾ എന്തൊക്കെയെന്നുള്ള ചോദിക്കും. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും? ക്ലിയാരിറ്റി ഉണ്ടാവണം അല്ലെ, വ്യക്തമായിരിക്കണം. പിന്നെ ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ ഫീഡ്ബാക്ക്, പ്രതികരണം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതൊരു 3 മാർക്കിനും ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ആണ് ഡെവലപ്മെന്റ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ, വികസനവും വിഭവ സമാഹരണവും. ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഡയമെൻഷൻ ആൻഡ് അപ്രോച്ചസ് ടു ഡെവലപ്മെന്റ്, വികസനത്തിനുള്ള മാനങ്ങളും സമീപനം. ഇതൊരു 5 മാർക്കിന് എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ മാനങ്ങൾ പ്രധാനമായിട്ടും എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വികസനം സാമ്പത്തികമായിട്ട് മാത്രമല്ല, അതിന് സാമൂഹികവും രാഷ്ട്രീയവും അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ടുള്ള വശങ്ങൾ നമ്മൾ ഉൾപ്പെടുന്നു. പിന്നെ അപ്രോച്ചസിലേക്ക് പോകുമ്പോൾ എന്താണ്, വികസനം എങ്ങനെ കൈവരിക്കാം എന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഉദാഹരണത്തിന് എന്താണ്, അവകാശാധിഷ്ഠിത സമീപനം അല്ലെങ്കിൽ ക്ഷേമ സമീപനം. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് വേണം ഇതിന് ആൻസർ ചെയ്യാൻ. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റൂറൽ ഡെവലപ്മെന്റ് സ്കീംസിനെ കുറിച്ച് ചോദിക്കും. പ്രധാനപ്പെട്ട ഗ്രാമവികസന പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ള ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിന്റെ ഷോർട്ട് ഫോമുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഷോർട്ട് ഫോം മാത്രം തന്ന് അത് എക്സ്പാൻഡ് ചെയ്യാനും ചിലപ്പോൾ 2 മാർക്കിനൊക്കെ വരും, അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഓരോന്ന് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് SGSY എന്താണെന്നുള്ള കൃത്യമായിട്ട് എഴുതി വെക്കണം, എന്നാണ് നടപ്പിലാക്കിയത്, അതിന്റെ കാര്യങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ എന്താണെന്നുള്ള എഴുതി വെക്കണം. പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതിനെക്കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഇത് എന്തൊക്കെയാണ് ഉറപ്പ് നൽകുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു 6 മാർക്കിന് ഒരു എസ്സേ ആയിട്ടാണ് ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രീഷ്യൽ ആണ്, പങ്കാളിത്ത ഗ്രാമീണ വിലയിരുത്തൽ, PRA. ചിലപ്പോൾ വെറും PRA മാത്രം എന്താണെന്നും ചോദിക്കും. അപ്പൊ എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ ഫസ്റ്റ് എഴുതണം. പ്രാദേശികമായുള്ള ആളുകളെ അവരുടെ ജീവിതത്തെയും സാഹചര്യങ്ങളെയും കുറിച്ച് അറിവ് പങ്കിടാനും വിശകലനം ചെയ്യാനും പ്രാപ്തരാക്കുന്ന ഒരു രീതിയാണ് ഇത്. പിന്നെ അതിന്റെ ടൂൾസ് എഴുതണം. എന്തൊക്കെയാണ്, സോഷ്യൽ മാപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസാക്ട് വാക്ക്, പിന്നെ സീസണൽ കലണ്ടർ. അപ്പൊ ഇത്രയും കാര്യം ഉൾക്കൊള്ളിക്കണം. ഒരു 4-5 മാർക്കിനാണ് ഈ ചോദ്യം വരിക. പിന്നെ ചാപ്റ്റർ ശ്രദ്ധിക്കണം വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ് ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ, വിഭവ സമാഹരണത്തിന്റെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയേക്കണം. ഇതിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് പെടുന്നത്, ഒരു പ്രൊജക്ടിന് ആവശ്യമായിട്ടുള്ള മാനുഷികവും സാമ്പത്തികവും ഭൗതികവുമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുന്നതും ശേഖരിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ എഴുതണം. അതിന്റെ ഫണ്ട് ശേഖരണം, സർക്കാർ ഗ്രാന്റുകൾ, കമ്മ്യൂണിറ്റി വീതം, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഇത് ക്വസ്റ്റ്യന്റെ ഒരു മാർക്കിനനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. ഒരു 3 മാർക്കിന് 4 മാർക്കിനായിരിക്കും ചിലപ്പോൾ മാക്സിമം ഇത് ചോദിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ 5th യൂണിറ്റിലേക്ക് പോവാം. ഹെൽത്ത്, അതായത് ആരോഗ്യം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡിഫൈനിങ് ഹെൽത്ത് ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻ. ആരോഗ്യം എന്താണെന്നുള്ളത് നിർവചിക്കണം, അതിന്റെ മാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിവരിക്കും വേണം. അപ്പോൾ ഡെഫിനിഷന് 2 മാർക്കും അതിന് ഡയമെൻഷന് 2 മാർക്കും, അങ്ങനെ 4 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഡെഫിനിഷൻ എന്താണ്, രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ശാരീരികവും മാനസികവും
മാനസികവും സാമൂഹികമായുള്ള പൂർണ്ണമായുള്ള ഒരു സുസ്ഥിതിയാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആരോഗ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ മാനങ്ങൾ, ഡയമെൻഷൻസ്? ശാരീരികമുണ്ട്, മാനസികമുണ്ട്, സാമൂഹികമുണ്ട്, ആത്മീയമുണ്ട്. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ശ്രദ്ധിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, ആരോഗ്യ സൂചകങ്ങളും നിർണായക ഘടകങ്ങളും. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അതൊരു 3 മാർക്കിനാണ് പ്രധാനമായിട്ടും ചോദിക്കുക. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു സമൂഹത്തിൽ ആരോഗ്യനില അളക്കാനാണ്. അതുപോലെ തന്നെ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എഴുതിക്കണം. ശിശുമരണനിരക്ക്, മാതൃമരണനിരക്ക് ഇതിൽ ഉൾപ്പെടുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റൻ ആണ് എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് എന്താന്നുള്ളത് ചോദിക്കും. അതായത് ആരോഗ്യ വ്യാപന ത്രികോണം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 3 ഫാക്ടേഴ്സ് ആണ് അല്ലെ. ഒന്ന് ഏജന്റ്, ദെൻ പിന്നെന്താണ് ഹോസ്റ്റ്, എൻവയോൺമെന്റ്. അപ്പോൾ അത് ഓരോന്ന് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഇതൊരു 3 മാർക്കിനാണ് ചോദിക്കുക. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഡിസോർഡേഴ്സിനെ കുറിച്ച് ഒരു ചോദ്യം വരും. മാനസികാരോഗ്യം. അപ്പോൾ മാനസികാരോഗ്യം എന്താണെന്നുള്ള ആദ്യം ഡിഫൈൻ ചെയ്യണം അല്ലെ. ഒരാൾക്ക് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ഒരു അവസ്ഥയാണത്. പിന്നെ ഡിസോർഡേഴ്സ് ഓരോന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ബൈപ്പോളർ ഡിസോർഡർ പോലുള്ള കാര്യങ്ങൾ അതിൽ എന്തൊക്കെ പെടുന്നു അല്ലെ. ബൈപ്പോളറിൽ എന്തൊക്കെ പെടുക? അതായത് അമിതമായുള്ള സന്തോഷം, അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ മാറി മാറി വരുന്ന അവസ്ഥ. ദെൻ പിന്നെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു മെന്റൽ ഹെൽത്ത്, നമ്മുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ അത് ജനിതകമായിട്ടുള്ള സാഹചര്യങ്ങളും ജീവിതാനുഭവങ്ങളൊക്കെ അതിൽ പെടും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെ ഒരു 4 മാർക്കിന് ഒരു 6 മാർക്കിന് ഈ ചോദ്യം വരും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 6 ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ സർവീസ്, അതായത് ശുചിത്വവും ആരോഗ്യ സംരക്ഷണ സേവനങ്ങളും. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പൊല്യൂഷൻ ടൈപ്പ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. മലിനീകരണം, അതിന്റെ ടൈപ്പുകൾ, പ്രതിരോധം, നിയന്ത്രണം. ഇപ്പോൾ പൊല്യൂഷൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാം. അതായത് എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, സോയിൽ പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ട്. പിന്നെ നമുക്കിത് എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം? റെഡ്യൂസിങ് വേസ്റ്റ് ആണ്. പിന്നെന്താണ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ആണ്. ദെൻ യൂസിങ് ഇക്കോ ഫ്രണ്ട്ലി എനർജി. ഇത്രയും കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റൻ ടൈപ്പ് ഓഫ് ഹൈജീൻ, ശുചിത്വത്തിന്റെ തരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അപ്പോൾ ഒന്നെന്താണ് പേഴ്സണൽ ഹൈജീൻ ആണ്, 2 എൻവയോൺമെന്റൽ ഹൈജീൻ, അതുപോലെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹൈജീൻ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവിടെ വെക്കണം. ഇതൊരു 3 മാർക്കിനാണ് ചോദിക്കുക. ദെൻ പിന്നെ ഈ ചാപ്റ്ററിന് പ്രധാനമായിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഹെൽത്ത് കെയർ ഡയമെൻഷൻസ് ആൻഡ് സോഷ്യൽ ഹെൽത്ത് പ്രോഗ്രാം, ആരോഗ്യ സംരക്ഷണ മാനങ്ങളും സ്കൂൾ ആരോഗ്യ പരിപാടികളും. ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതിൽ പ്രധാനമായിട്ട് ചിലപ്പോൾ സ്കൂൾ ആരോഗ്യ പരിപാടികൾ സെപ്പറേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഹെൽത്തിന്റെ ഡയമെൻഷൻ എന്തൊക്കെയാണ്? ആരോഗ്യ സംരക്ഷണത്തിൽ രോഗപ്രതിരോധം, അതുപോലെ തന്നെ ചികിത്സ, ആരോഗ്യ വർധനവ്, പുനരധിവാസം, അതൊക്കെ അതിൽ പെടുന്നു അല്ലെ. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം പ്രധാനമായിട്ടുള്ള എന്തൊക്കെയാണ്? കുട്ടികൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ പരിശോധനകൾ, പോഷകാഹാരം, ദെൻ ആരോഗ്യ വിദ്യാഭ്യാസം, അതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊരു 4 മാർക്കിന് ചോദിക്കും. പിന്നെ ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കും. ദേശീയ ആരോഗ്യ പരിപാടി. അപ്പോൾ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിന് പ്രധാനമായിട്ടും ചോദിക്കുക HIV ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരും. നാഷണൽ എയ്ഡ്സ് കൺട്രോളിംഗ് പ്രോഗ്രാം, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. അതായത് ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കുക, സുരക്ഷിതമായിട്ടുള്ള രക്തദാനം, പിന്നെ പരിശോധന എന്നിവയിലൂടെയൊക്കെ എയ്ഡ്സ് തടയാൻ ഇത് ലക്ഷ്യമിടുന്നു. പിന്നെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിനെ കുറിച്ച് അതിൽ എഴുതി വെക്കണം. ഇത് പ്രധാനമായിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? മാനസികാരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനും കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിലുള്ള ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഒരു 5 മാർക്കിന് മൊത്തത്തിലായിട്ട് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം എന്താണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഈ 2 പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. നമ്മുടെ ചാപ്റ്റർ 7 ആണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, മാർഗനിർദ്ദേശങ്ങളും കൗൺസിലിംഗും. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓർ ഓഫ് ഗൈഡൻസ്, മാർഗനിർദ്ദേശത്തിന്റെ സവിശേഷതകളും അതിന്റെ പ്രാധാന്യം. അപ്പോൾ സവിശേഷതകൾ എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് വ്യക്തികളെ സ്വയം മനസ്സിലാക്കാനും അവരുടെ ലോകത്തെ അറിയാനും സഹായിക്കുന്ന തുടർച്ചയായുള്ള ഒരു പ്രക്രിയയാണിത്. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം, നല്ല തീരുമാനങ്ങൾ എടുക്കാനും പുതുതായുള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും വ്യക്തിത്വ വികാസത്തിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഒരു 4 മാർക്കിന് അല്ലെങ്കിൽ ഒരു 5 മാർക്കിനാണ് ഈ ചോദ്യം വരിക. പിന്നെ കരിയർ ഗൈഡൻസ് എന്താണെന്നുള്ളത് ചോദിക്കും. എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്നുള്ളത് ചോദിക്കും. അതായത് തൊഴിലവസരങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസ പാതകളെ കുറിച്ചും വിവരം നൽകുന്ന കരിയർ ടോക്കുകൾ, സന്ദേശങ്ങൾ, അതുപോലെ തന്നെ പ്രദർശനങ്ങൾ, ഇവയൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. പിന്നെ കൗൺസിലിങ്ങിനെ കുറിച്ചൊരു ചോദ്യം എന്തായാലും നിർബന്ധമായിട്ട് വരും. കൗൺസിലിങ്ങിന്റെ ടൈപ്സ്, അതിന്റെ സ്കിൽസ്, തരങ്ങളും കഴിവുകളും അല്ലെ. ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഏതൊക്കെയുണ്ട്? ഒന്ന് ഡയറക്റ്റീവ് കൗൺസിൽ ഉണ്ട്, നേരിട്ടുണ്ട്. മറ്റൊന്ന് നോൺ ഡയറക്റ്റീവ് ഉണ്ട്, നേരിട്ടല്ലാതെയുള്ള കൗൺസിലിംഗ് ഉണ്ട്. പിന്നെന്താണ് എലക്ട്രിക് കൗൺസിലിംഗ് ഉണ്ട്. ഇതൊക്കെ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പിന്നെ അതിന്റെ സ്കിൽസും കൂടെ ആഡ് ചെയ്യണം. എന്തൊക്കെയാണ് ഈ സ്കിൽസ് പ്രധാനമുള്ളത്? നല്ല ലിസണർ ആയിരിക്കണം അല്ലെ. പിന്നെ എമ്പതി ആണ്, ഒബ്സർവേഷൻ സ്കില്ല് വേണം. പിന്നെ എന്ത് വേണം? എബിലിറ്റി ടു ബിൽഡ് എ ട്രസ്റ്റ് റിലേഷൻഷിപ്പ്.
ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇതിൽ ആൻസർ ചെയ്യാൻ ഇതൊരു 6 മാർക്കിന് വരാനാണ് ചാൻസ് കൂടുതൽ. ദെൻ പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സൈക്കോ തെറാപ്പിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സൈക്കോ തെറാപ്പി? അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചേക്കണം. അതായത് മാനസിക വിഷമങ്ങളും വൈകാരിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി മനഃശാസ്ത്രപരമായുള്ള ഒരു രീതികൾ ഇതിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 3 മാർക്കിന് ഒരു ചോദ്യം കൂടി ഇതിൽ നിന്ന് വരും. ഇനി നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ ചാപ്റ്റർ നമ്പർ 8 ആണ് ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ. ഈ ഒരു ചാപ്റ്ററിന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളും പ്രാധാന്യം എന്താണെന്ന് ചോദിക്കും. സെക്സ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? അതായത് നമ്മളെ പ്രത്യുൽപാദനത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് നൽകുക, ആരോഗ്യപരമായിട്ടുള്ള മനോഭാവം വളർത്തുക, ലൈംഗിക അതിക്രമങ്ങളും രോഗങ്ങളും തടയുക. അതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ആ യൂത്തിനിടയിൽ യുവജനങ്ങൾക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇതൊരു 4 മാർക്കിനാണ് വരിക. ദെൻ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ 100% ഈ ക്വസ്റ്റ്യൻ വരും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്, കൗമാരപ്രായത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ഓരോ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിസിക്കലായിട്ട് എന്തൊക്കെ ചേഞ്ചസ് വരും, ഇമോഷണൽ ചേഞ്ചസ്, സോഷ്യൽ ചേഞ്ചസ്, അതൊക്കെ എങ്ങനെ അവരെ സ്വാധീനിക്കുന്നുള്ളത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കണം. അതൊരു ഷോർട്ട് എസ്സേ ചോദിക്കും. ദെൻ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ, FLE, കുടുംബജീവിത വിദ്യാഭ്യാസം എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് ചോദിക്കും. അതൊരു 3 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അത് ആദ്യം ഡിഫൈൻ ചെയ്യണം. അതായത് കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ എന്താണ് ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാനും കുടുംബജീവിതം ദൃഢമാവാനും സഹായിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണിത്. പിന്നെ അതിൻ്റെ കോമ്പണൻസ് നിങ്ങൾ അതിലെഴുതാം അല്ലേ. എന്തൊക്കെയാണ്? ഇൻക്ലൂഡ്സ് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് പാരന്റിങ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതൊരു 3 മാർക്കിനാണ് വരിക. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് 100% ചോദ്യം വരും. പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്, കൗമാരക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്താണ്? ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ദെൻ സബ്സ്റ്റാൻസ് അബ്യൂസ് ആണ്. 3 പിയർ പ്രഷറാണ്. ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഒരു കൗമാരക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അതൊരു 6 മാർക്കിന് ഒരു എസ്സേ വരെ ചോദിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ +2 സോഷ്യൽ വർക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എഴുതുക. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. വീണ്ടും കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.